ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഹൈന്ദവ സംഘടനകളെ നേരിട്ടെത്തി ക്ഷണിക്കുന്നതിന് തുടക്കമിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കണിച്ചുകുളങ്ങരയിലെത്തി ക്ഷണിച്ചു. സംഗമം വലിയ നേട്ടമാകുമെന്നും കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് എതിർക്കേണ്ടതില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി G സുകുമാരൻ നായരെയും PS പ്രശാന്ത് ക്ഷണിച്ചു. പരമാവധി സംഘടനകളെ എത്തിച്ച് ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമാക്കാനാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ശ്രമം. പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും എതിർപ്പിനിടെ പ്രധാന ഹൈന്ദവ സമുദായ സംഘടനകൾ പരിപാടിക്കെത്തുന്നത് ഗുണകരമാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. സംഗമത്തെ പുകഴ്ത്തി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അയ്യപ്പ സംഗമം മഹാസംഭവമായി മാറുമെന്ന് പ്രതികരണം. അയ്യപ്പന്റെ ഭക്തിയും അതുപോലെ തന്നെ പ്രസക്തിയും കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണിത്. അങ്ങനെ കേരളത്തിന് ഒരുപാട് സമ്പത്ത് വിവിധ മേഖലയിൽ ഗവൺമെന്റിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ലഭിക്കാൻ ഒക്കുന്ന വലിയൊരു ബൃഹത്തായ ഒരു സംരംഭമാണ്. അനാവശ്യ വിവാദങ്ങളെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. എല്ലാ മതങ്ങൾക്കും എല്ലാ ഭാഷാ ദേശ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു അമ്പലം, അതിന്റെ ഖ്യാതി ഇപ്പോഴും ശബരിമലയ്ക്കുണ്ട്. അത് കൂടുതൽ എത്തിക്കാൻ കഴിയുക, അത്രമാത്രമാണ് നമുക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു രാഷ്ട്രീയവുമില്ല, ശബരിമലയുടെ അടിസ്ഥാന വികസനം മാത്രമാണ് ഏക ലക്ഷ്യം. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി G സുകുമാരൻ നായരെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷണിച്ചു. KPMS അധ്യക്ഷൻ പുന്നല ശ്രീകുമാറിന്റെ പിന്തുണയും തേടും. റിപ്പോർട്ടർ, കൊച്ചി.